ഇപ്പം എന്തായാലും ദേവസ്വം ബോർഡ് ജീവനക്കാർ പ്രതിപട്ടികയിലുണ്ട്. മുരാരി ബാബു തൊട്ടിങ്ങോട്ട് പലരും അറസ്റ്റിലാവും. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് ഇരുന്നവരിലേക്ക് SIT എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. എത്തുമോ ശ്രീ രവിശങ്കർ? നമസ്കാരം. അങ്ങ് എനിക്ക് മുമ്പ് സംസാരിച്ച ആളും ഇന്ന് ഇതിൽ പ്രതികളല്ല അല്ലെങ്കിൽ പ്രതികളാക്കപ്പോലും പെട്ടിട്ടില്ലാത്ത ആളെ കൂടി പ്രതിയാക്കണമെന്ന ചിന്തയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട്ടിലൊരു കഥയുണ്ട്. ഒരു മനുഷ്യനൊരു വീട്ടിൽ പോയി ഒരു ചക്കപ്പഴം കഴിച്ചു. നല്ല മധുരമായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു കുരു എടുത്ത് വീട്ടിൽ കൊണ്ട് നടാൻ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചക്കക്കുരു നടും, നട്ടതിന് ശേഷം ഇത് കിളിക്കും, ഇത് കിളിച്ച് പ്ലാവാവും, അപ്പോൾ നമുക്ക് ചക്ക പറിക്കാം, ചക്കയെല്ലാം പറിച്ച് തിന്ന് നല്ല ചക്കയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്ലാവ് വെട്ടും, പ്ലാവ് വെട്ടി ഞാനൊരു മേശ പണിഞ്ഞാൽ അതിൽ നീ ചുണ്ണാമ്പ് കൊണ്ട് വരയ്ക്കുമോ എന്ന് ചോദിച്ചു. ചെറുക്കൻ പറഞ്ഞു ചുണ്ണാമ്പ് കൊണ്ട് വരയ്ക്കുമെന്ന് പറഞ്ഞു. അടിയങ്ങ് തുടങ്ങി, ചെറുക്കനെ അടിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞവരല്ലേ നിങ്ങളിവിടെ പറയുന്നത്? ദേവസ്വം ബോർഡിൻ്റെയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ ആരെയൊക്കെയാണ് സംശയിക്കുന്നതെന്ന് ഉള്ള ആളുകളുടെ പേരടക്കം പറഞ്ഞതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരുണ്ടോ? സഖാവ് വാസവൻ്റെ പേരുണ്ടോ? ഈ ആളുകളെ എല്ലാം പ്രതിയാക്കണമെന്നാണ് എനിക്ക് മുമ്പ് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ? ശബരിമലയിലെ ശ്രീകോവിലിൽ ആരുടെയും പേര് റിമാൻഡ് റിപ്പോർട്ട് ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാനിന്ന് മറ്റ് വാർത്താ ചാനലുകളൊക്കെ കണ്ടിരുന്നു. അതിലാരും ഈ കടകംപള്ളിയുടെ പേരോ വാസവൻ സഖാവിൻ്റെ പേരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ പേരോ ഒന്നും പറഞ്ഞതായി ഞാൻ കേട്ടില്ല. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും പറയട്ടെ, ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പേരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് സാർ. ഇല്ല സാർ, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇനിയിപ്പോ കടകംപള്ളിയുടെ പേര് വരുമായിരിക്കും. പക്ഷേ ഞാൻ പരിശോധിച്ച് എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങയുടെ ആഗ്രഹമാണ് അത് അങ്ങയുടെ ആഗ്രഹമാണ്. ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കഴിയില്ലല്ലോ. സത്യം പുറത്തു വരുമല്ലോ. കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഈ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടത്തുകയും ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിലാണ്. ശ്രീ രവിശങ്കർ പൊതുപ്രസംഗത്തിലല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത എങ്ങനെ പറ്റുക? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമ്മുടെ, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ അടുത്തിങ്ങനെ ചേർന്ന് നിൽക്കുന്ന മാത്രമല്ല, പിണറായി വിജയൻ സ്നേഹത്തോടെ മന്ത്രിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ? ആ ദൃശ്യം കണ്ടതല്ലേ? അപ്പോ പോറ്റി പറഞ്ഞ തന്നെ കുടുക്കിയവരും നിയമത്തിന്റെ മുന്നിൽ വരും എന്നൊക്കെ പോറ്റി ഒരുപക്ഷെ അർത്ഥഗർഭമായിട്ട് പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ, കേട്ടോ. ഒരു കാഷ്വൽ റിമാർക്സ് അല്ല അത്. പിണറായി വിജയനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെ പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു മാധ്യമ പ്രവർത്തകൻ, അങ്ങനെപ്പോലെ ഇത്രയും വലിയൊരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ അങ്ങ് തയ്യാറാവുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം അങ്ങ് ഉപയോഗിക്കുന്ന ചോദ്യം അങ്ങ് ഉദ്ദേശിക്കുന്ന തരത്തിലൊരു ഉത്തരം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അത് ശരിയാണോ? എന്നെ വിളിച്ചിരുത്തിയിരിക്കുന്നത് എൻ്റെ ഭാഗം പറയാനല്ലേ, എൻ്റെ പ്രസ്ഥാനത്തിന്റെ അല്ലെ, എൻ്റെ ഗവൺമെന്റ് ഭാഗം പിണറായി വിജയനെ പ്രതിയാക്കണമെന്ന് അങ്ങ് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കണോ? അങ്ങക്ക് സംശയങ്ങൾ പലതും വരും. വേറെ കാലമായി കേരളത്തിലെ കുറേ ആള് മാധ്യമപ്രവർത്തകർക്കും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ? അല്ല, ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ പറ്റിയോ? അങ്ങല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചെവിയിൽ സംസാരിക്കുന്നത്, ചെവിയിൽ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നത്. അതിനർത്ഥം പിണറായി വിജയനെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങയോടൊരു കാര്യം ചോദിച്ചോട്ടെ. ബഹുമാന്യനായ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയോടൊപ്പം എത്രയോ ആളുകൾ നിൽക്കുന്നു. അവരെല്ലാം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഉത്തരവാദി ബഹുമാന്യനായ പ്രധാനമന്ത്രിയാകുമോ? അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന്റെ ഒപ്പം എത്രയോ പേര് നിൽക്കുന്നു? അങ്ങനെ കാണാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ
നമ്മുടെ എന്താ ഈ മൊബൈൽ ഫോണിലെടുത്ത് അയാളുടെ പറഞ്ഞാൽ എനിക്ക് ഇവരുമായിട്ടൊക്കെ പരിചയമുണ്ട് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഉത്തരവാദി അവരാണ് എന്ന് കാണുന്നത് ഏത് കണ്ടുകൊണ്ടാണ്? മൊബൈൽ ഫോണിൽ പകർത്തിയതല്ലാതെ ഞാൻ ഒറ്റ മിനിറ്റ് അതുകൂടെ ഒന്ന് ഞാൻ എങ്ങനെ ആയിക്കോട്ടെ അതുകൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് അന്ന് പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങ് താങ്കൾക്കറിയാലോ. അതായത് ഭീമ ജുവലേഴ്സ് നിന്ന് ഈ പോറ്റി ഒരു ആംബുലൻസ് വാങ്ങി. അതായത് ഭീമ ജുവലേഴ്സാണ് ആംബുലൻസിൻ്റെ ഉടമ, ഇദ്ദേഹം ഇടനിലക്കാരനാണ്. എന്നിട്ട് താക്കോൽ കൈമാറ്റ ചടങ്ങാണ്. ഏറ്റുവാങ്ങുന്നത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അല്ലേ. ആ പരിപാടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമേ വേണ്ട ശ്രീ രവിശങ്കർ. ഒരു ആംബുലൻസിന്റെ കീ കൊടുക്കുന്ന ചടങ്ങില് എന്തിനാ മുഖ്യമന്ത്രി അവിടെ? സംസ്ഥാന പോലീസ് മേധാവിയുടെ സാന്നിധ്യം ആവശ്യമില്ല. അപ്പൊ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത്. നിങ്ങളുടെ സംശയം മാത്രമാണ്, എന്റെ സംശയം, നിങ്ങളുടെ ആരോപണമാണ്. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ പറയുന്നു, അറിയുന്ന അടുത്തറിയുന്ന ഒരാൾ അവർ കൃത്യമായിട്ട് പറയും, ഒരു കാരണവശാലും ഇതുപോലുള്ളൊരു ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കില്ല. പിണറായി വിജയൻ പങ്കെടുക്കണമെങ്കിൽ പിണറായി വിജയന് പോറ്റിയുമായിട്ട് അടുപ്പമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തത്. അല്ലാന്ന് താങ്കൾ പറഞ്ഞാലും ഇത് കാണുന്ന പ്രേക്ഷകർ വിശ്വസിക്കില്ല. രവിശങ്കർ, എത്ര കൃത്യമായി താങ്കൾ പറയുന്നു. എനിക്ക് പിണറായി അറിയുന്നോണ്ടാണ് ഇത് പറഞ്ഞത്. പിണറായി ആപ്പ ഉപ്പ ചടങ്ങിലൊന്നും പങ്കെടുക്കില്ല സാർ. ക്വാളിറ്റിയുള്ള ആളാണ് പിണറായി, ക്വാളിറ്റിയുള്ള ആളാണ്. ഇത്രയും അപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു ചെറിയ ചടങ്ങിൽ പിണറായി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പിണറായിയും നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് താങ്കൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല രവിശങ്കർ. ഞാൻ തള്ളിക്കളയും. എനിക്ക് പറയാനുള്ള കേട്ടാട്ടെ. 2007 ഈ മനുഷ്യൻ ശബരിമലയിൽ വരുന്നത് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി. അതിനുശേഷം അയാൾക്ക് വേണ്ടത്ര റെക്കോർഡുകൾ ഇല്ലാത്തതുകൊണ്ട് അയാൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. 2014 അയാൾ വീണ്ടും വരുന്നുണ്ട്. 2014 വരുമ്പോൾ അയാൾ പല സ്പോൺസർഷിപ്പുമായിട്ടാണ് വരുന്നത്. ആ സ്പോൺസർഷിപ്പുകൾ ദേവസ്വം ബോർഡിനെ അയാളിൽ ഒരു വിശ്വസ്തനാക്കുന്നു. ആ സ്പോൺസർഷിപ്പിലൂടെ ലക്ഷക്കണക്കിന് രൂപ ദേവസ്വത്തിലേക്ക് വരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പറയട്ടെ, അതിപ്പോ ദേവസ്വത്തിന് സ്പോൺസർഷിപ്പിലൂടെ പൈസ കിട്ടിയപ്പോ അവർക്ക് ഇയാളൊരു വിശ്വാസം തോന്നിയിട്ടുണ്ടാവും. സന്തോഷം അല്ല, അയാൾ ആ അവസരം ഉപയോഗിച്ച് ശബരിമലയിൽ കൊള്ള നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അയാളോടൊപ്പം കൂട്ടുചേർന്നിട്ടുള്ള ആരൊക്കെ ഉണ്ടെങ്കിലും അവരെയെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന കേരള സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിരീക്ഷണത്തിൽ SIT അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം കൃത്യമായ വഴിക്കാണ് പോകുന്നതെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനായ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞാൻ കേട്ടു. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു അവിടുത്തെ ശ്രീകോവിലിന്റെ സ്വർണം പൂച്ചതെല്ലാം എടുത്തുകൊണ്ട് പോയെന്ന്. നമ്മുടെ അറിവിൽ ശ്രീകോവിലിന്റെ പാളികൾ ഇളക്കിയതായി അറിയില്ല. അവിടെ 30.3 കിലോഗ്രാം സ്വർണ്ണമാണ് 1998 UB ഗ്രൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. 1900 കിലോ ചെമ്പാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്നും ഒരു തരി സ്വർണ്ണമെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ പിടിക്കും. അത് പിടിക്കുമെന്നുള്ള തർക്കം എന്താ കാര്യം? കേരളത്തിലെ പോലീസ് നല്ല വിജിലന്റ് ആയി അന്വേഷിക്കുമെന്ന് ഇതുവരെ കേരളത്തിലെ പോലീസ് പിടിക്കും. ഇതുവരെ പിടിച്ചില്ലല്ലോ. ഇന്ന് പിടിച്ച ആരെയാ? എന്താ മുരാരി ബാബു പ്രതിയായത്? എന്താ ജയശ്രീ പ്രതിയായത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ്. താങ്കൾ എന്നോട് തർക്കിച്ച സമയം കളയാതെ ശ്രീ രവിശങ്കർ, താങ്കളോടുള്ള ബഹുമാനം എല്ലാം ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എല്ലാ ബഹുമാനം വെച്ചാണ് ഞാൻ പറയുന്നത്. നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വിജിലൻസ് സംവിധാനമുണ്ട്. വിജിലൻസ് SP ഉണ്ട് കേട്ടോ, IPS ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് SP. എന്നിട്ട് ഈ കൊള്ള നടന്നിട്ട് വിജിലൻസ് SP അറിഞ്ഞിട്ടില്ല എന്നാണോ? വിജിലൻസ് SPയെയും പ്രതി ചേർക്കണം. അന്ന് അവിടെ ഇരുന്ന വിജിലൻസ് SPയെയും പ്രതി ചേർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ പറയുന്നുണ്ടല്ലോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ കുറേ സ്പോൺസറെ കൊണ്ടുവന്നപ്പോൾ ദേവസ്വം ബോർഡ് കമിഴ്ന്നടിച്ച് ഇതാ കിടക്കുന്നു, അങ്ങ് വീണു. അവിടെ ദേവസ്വം ബോർഡ് വിജിലൻസ് എന്തിനാണ് സാർ? വിജിലൻസ് നോക്കുകുത്തിയാണെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇരുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ SIT വന്നപ്പോഴാണല്ലോ പോറ്റിയൊക്കെ പൊക്കിക്കൊണ്ട് പോയത്. നമ്മുടെ
നമ്മുടെ അങ്ങയുടെ ചാനലിൽ തന്നെ അവിടെ ചുമതല ഉണ്ടായിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവിടെ ശർക്കര വാങ്ങിക്കുന്നതിൽ വലിയ അഴിമതി ഉണ്ടായി. അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പെൻഷൻ പറ്റി ഈ നമ്മുടെ ചാനലിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ തോന്നിയത്. അന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതെന്താ? അത് തെറ്റല്ലേ? അതാ ഞാൻ പറഞ്ഞത് റിപ്പോർട്ടിൽ നടപടി എടുക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതും കോടതി പറഞ്ഞിരിക്കുന്നതും ശബരിമലയിലെ അയ്യന്റെ സ്വത്ത് ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ അപഹരിച്ചത് പുറത്തു കൊണ്ടുവരാനും അത് ആരൊക്കെയെന്ന് പൊതുജനത്തിനെ അറിയിക്കാനും വിശ്വാസികളെ അറിയിക്കാനുമുള്ള എല്ലാ കൂട്ടത്തിലാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന പത്മകുമാർ, N. വാസു, മെമ്പർമാർ, ഇവരെ എല്ലാ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രവിശങ്കർ